ഈ വീഡിയോയിൽ നമ്മൾ ജാവയുടെ ആപ്ലെറ്റ് എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. വളരെ ബേസിക്കായിട്ട് നമുക്ക് ആവശ്യമുള്ള മെത്തേഡ്സ് മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുള്ളൂ. ഒരുപാട് ഡെപ്തിൽ ഞാൻ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനെ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ആദ്യം തന്നെ ആപ്ലെറ്റ് എന്താണെന്നുള്ളത് നോക്കാം. ആപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ജാവ പ്രോഗ്രാമാണ്. ഈ ഒരു ജാവ പ്രോഗ്രാം മെയിനായിട്ടും എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു ബ്രൗസറിൻ്റെ സഹായത്തോടെയാണ്. അതായത് പണ്ട് കാലത്തെ വെബ് പേജുകളിൽ നമുക്ക് ജാവയുടെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ എക്സിക്യൂട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോഴാണ് ഒരു ആപ്ലെറ്റ് പ്രോഗ്രാം നമുക്ക് എഴുതേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ആപ്ലെറ്റ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു വെബ് പേജിൻ്റെ സഹായത്തോടെ അതിൻ്റെ അകത്ത് ആപ്ലെറ്റിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു HTML ടാഗ് ഉപയോഗിച്ചാണ് ഒരു ആപ്ലെറ്റ് ഒരു വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ച് എടുക്കുന്നത്. അതുപോലെ തന്നെ ആപ്ലെറ്റിന് ഒരിക്കലും ഒരു മെയിൻ മെത്തേഡ് യൂസ് ചെയ്യാറില്ല. അതിന് നമുക്ക് ഒരു മെയിൻ മെത്തേഡ് ഇല്ല. പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഈ ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ടാണ് ആപ്ലെറ്റിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഈ ആപ്ലെറ്റിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഗ്രാഫിക്കൽ മെത്തേഡ്സൊക്കെ നമ്മളുടെ AWTയുടെ ലൈബ്രറിക്കകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ആപ്ലെറ്റ് പ്രോഗ്രാം ഉണ്ടാക്കണേ എന്നുള്ളത് നോക്കാം. ഞാൻ ആദ്യം തന്നെ എൻ്റെ VS കോഡ് ഓപ്പൺ ചെയ്യാണ്. നിങ്ങളുടെ കോളേജിൽ ചിലപ്പോൾ നോട്ട് പാഡ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കോളേജിൽ എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഉള്ള രീതിക്ക് ചെയ്യുക. ഞാനിവിടെ എൻ്റെ ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് VS കോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഞാനൊരു ജാവയുടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അത് ഞാൻ ഈ VS കോഡിലേക്ക് ഓപ്പൺ ചെയ്യാണ്. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ജാവ എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്ത് ഒരു ജാവയുടെ ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. അതിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മൈ ആപ്പ് എന്ന് പറയുന്ന ഒരു നെയിമാണ്. മൈ ആപ്പ് .java എന്നും പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് ഇനി നമുക്ക് കോഡ് എഴുതി തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഇമ്പോർട്ട് ചെയ്യാനുള്ളത്. ഒന്ന് ആപ്ലെറ്റിൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെ AWTയും. ഇത് രണ്ടുമാണ് ഇമ്പോർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇമ്പോർട്ട് java.awt.star എന്നും പറഞ്ഞിട്ട് ഞാനൊരു ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി. ഇപ്പോൾ AWT എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സിൻ്റെ കീഴിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ജാവ ഫയലിൻ്റെ അകത്തേക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്കിനി അടുത്തതായിട്ട് വേണ്ടത് ആപ്ലെറ്റ് എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം. അതിന് ഞാൻ ഇമ്പോർട്ട് java.applet.star എന്നും പറഞ്ഞിട്ട് ഞാൻ സെക്കൻഡ് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി. ഇങ്ങനെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ജാവയുടെ ഒരു ക്ലാസ് എഴുതാനുണ്ട്. അതിന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു പബ്ലിക് ക്ലാസ് എഴുതുക. പബ്ലിക് ക്ലാസ് ഞാനിവിടെ എൻ്റെ ഫയൽ നെയിം മൈ ആപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ക്ലാസ്സിൻ്റെ നെയിം മൈ ആപ്പ് എന്നും പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് ഈ ക്ലാസ്സിനെ നമ്മൾ ആപ്ലെറ്റിൻ്റെ ക്ലാസ്സായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കണം. അതിനായിട്ട് എക്സ്റ്റെൻഡ് എന്നും പറഞ്ഞിട്ട് ഞാനൊരു കീവേഡ് യൂസ് ചെയ്തു. എന്നിട്ട് ആപ്ലെറ്റ് എന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക. അങ്ങനെ നമ്മൾ ആപ്ലെറ്റ് ക്ലാസ്സിൻ്റെ ഒരു സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് ഈ ക്ലാസ് ഞാൻ ഓപ്പൺ ക്ലോസ് ചെയ്ത് ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്യണം. ആ ഗ്രാഫിക്കൽ മെത്തേഡിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പെയിൻറ്റ് എന്നാണ്. അപ്പോൾ അതെങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഒരു പബ്ലിക് എന്നുള്ള കീവേഡ് നമ്മൾ ടൈപ്പ് ചെയ്യുക. പബ്ലിക് സ്പേസ് വോയിഡ് സ്പേസ് പെയിൻറ്റ് എന്നും പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഫങ്ഷൻ എഴുതി. എന്നിട്ട് ഈ ഒരു ഫങ്ഷൻ ഓപ്പൺ ചെയ്യുക. ഈ പെയിൻറ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഒരു പാരാമീറ്റർ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കണം. ആ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റാണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രാഫിക്സ് എന്നും പറഞ്ഞിട്ട്
ആ ഒരു ഒബ്ജക്റ്റ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യാണ്. ഗ്രാഫിക്സ് ജി എന്നും പറഞ്ഞിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു മെത്തേഡ് നമ്മൾ ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്നിട്ട് ഈ ഒരു ഗ്രാഫിക്സിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് ആ ഒരു മെത്തേഡ് ഒരെണ്ണം സ്പെസിഫൈ ചെയ്യാനുണ്ട്. ആ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡ്രോ സ്ട്രിങ് എന്നാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അതിന് നമ്മൾ ജി എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് ആ ഒരു മെത്തേഡ് ആക്സസ് ചെയ്യാൻ പറ്റും. ഡ്രോ സ്ട്രിങ് എന്നാണ് നമുക്ക് യൂസ് ചെയ്യേണ്ട ആ ഒരു മെത്തേഡ്. അപ്പോൾ ഈ ഡ്രോ സ്ട്രിങ് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ അകത്ത് കുറച്ച് പാരാമീറ്റേഴ്സ് അക്സെപ്റ്റ് ചെയ്യും. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ട ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് പാസ് ചെയ്യാം. ഞാനിവിടെ ഒരു ഹലോ വേൾഡ് എന്നും പറഞ്ഞിട്ട് ആ ഒരു മെസ്സേജാണ് എനിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ അതാണ് ഫസ്റ്റ് പാരാമീറ്റർ കൊടുത്തത്. സെക്കൻഡ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എക്സും വൈയും കോർഡിനേറ്റ് ആണ്. സെക്കൻഡ് പാരാമീറ്റർ എന്ന് പറയുമ്പോൾ എക്സ് കോർഡിനേറ്റ്, അതായത് എക്സിൻ്റെ പോയിന്റിൽ എത്രാമത്തെ പോയിന്റിൽ നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു 40 കൊടുക്കുകയാണ്. അതേപോലെ വൈയുടെ കോർഡിനേറ്റ് ആണ് തേർഡ് പാരാമീറ്റർ ആയിട്ട് വരുന്നത്. അതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ 30 കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്താൽ നമ്മളുടെ ആ ഒരു സ്ട്രിങ്ങിൻ്റെ റെൻഡർ ചെയ്യാനുള്ള മെത്തേഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സേവ് ചെയ്തു, ഇത്രയും വരെ സേവ് ചെയ്തു. അപ്പോൾ ഞാൻ നേരത്തെ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആപ്ലെറ്റ് റൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു HTML എലമെൻറ്റ്, അതായത് ഒരു ആപ്ലെറ്റിന് ഒരു എലമെൻ്റ് ഉണ്ട്, അതുണ്ടെങ്കിൽ മാത്രമേ റൺ ആവുള്ളൂ എന്ന്. അപ്പോൾ അത് ഇനി നമുക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് 2 രീതിക്ക് ചെയ്യാം. ചില കോളേജുകളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു HTML ഫയൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തായിരിക്കും ഈ ഒരു HTML ടാഗ് ചെയ്തിട്ടുണ്ടാവുക. ജസ്റ്റ് ഒരു HTML ടാഗ് അതിൻ്റെ അകത്ത് എഴുതിയിട്ട് അങ്ങനെയായിരിക്കും നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക. അതല്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ജാവ ഫയലിൻ്റെ അകത്ത് തന്നെ ഒരു HTML ടാഗ് പറഞ്ഞു കൊടുക്കാനും പറ്റും. അങ്ങനെ 2 അപ്രോച്ച് ഇതിനുണ്ട്. ഞാനിതിൽ രണ്ടാമത്തെ അപ്രോച്ച്, അതായത് ഈ ഒരു ജാവ ഫയലിൻ്റെ അകത്ത് തന്നെയാണ് HTML കോഡും സ്പെസിഫൈ ചെയ്യുന്നത്. ഞാൻ ആ അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നത്. ഏതാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ കൺഫ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ സെക്കൻഡ് അപ്രോച്ച് മാത്രമേ ഇവിടെ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു കമൻറ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ഇതൊരു മൾട്ടി ലൈൻ കമൻ്റാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു സ്ലാഷ് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് സ്റ്റാർ പ്രസ് ചെയ്യുക. ഇപ്പം നമ്മളുടെ ആ ഒരു കമൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. കമൻറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് പകരം സ്റ്റാർ എന്നിട്ട് തിരിച്ചൊരു സ്ലാഷും കൂടെ ഇടുക. അതായത് ഈ സ്ക്രീനിൽ കാണുന്ന രീതിക്ക് നമുക്കൊരു കമൻറ്റ് ഓപ്പണും ക്ലോസ് ചെയ്യാനും പറ്റും. എന്നിട്ട് ഞാനിവിടെ ഒരു എൻ്റർ അടിക്കുകയാണ്. എൻ്റർ അടിച്ചിട്ട് ഞാനൊരു HTML ടാഗ് ഇവിടെ സ്പെസിഫൈ ചെയ്യാണ്. അതായത് ആപ്ലെറ്റ് എന്നും പറഞ്ഞിട്ട് നമുക്കൊരു HTML എലമെൻ്റ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ആപ്ലെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസൊക്കെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന HTML ടാഗ്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആപ്ലെറ്റിൻ്റെ HTML ടാഗ് ഓപ്പണും അതേപോലെ ക്ലോസും ചെയ്യണം. ഞാനിപ്പോൾ ആപ്ലെറ്റിൻ്റെ ആ ഒരു HTML ടാഗ് ഓപ്പൺ ക്ലോസ് ചെയ്തു. ഇനി ഈ ഒരു ആപ്ലെറ്റിൻ്റെ അകത്ത് നമുക്ക് 3 അട്രിബ്യൂട്ട് പാസ് ചെയ്യാനുണ്ട്. അതിൽ ആദ്യത്തെ അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ കോഡ് എന്നാണ് ആ ഒരു അട്രിബ്യൂട്ടിൻ്റെ പേര്. ഇതിൻ്റെ അകത്ത് പാസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു ക്ലാസിൻ്റെ നെയിം. അതായത് ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിളിൽ എൻ്റെ ആ ഒരു ക്ലാസിൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ മൈ ആപ്പാണ്. അപ്പോൾ ഞാൻ മൈ ആപ്പ് എന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തു. ഇതാണ് ഫസ്റ്റ് വരുന്ന അട്രിബ്യൂട്ട്. ഇത് കഴിഞ്ഞിട്ട് വരുന്ന ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലെറ്റിൻ്റെ ഹൈറ്റ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ഹൈറ്റ് എന്നും പറഞ്ഞിട്ട് ഞാൻ ടൈപ്പ് ചെയ്തു. എന്നിട്ട് നമുക്കൊരു വാല്യൂ കൊടുക്കാം. ഞാനിവിടെ ഒരു 300 കൊടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹൈറ്റിൻ്റെ കൂടെ തന്നെ വിഡ്ത്തും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ വിഡ്ത്ത് ഞാനിവിടെ അടുത്ത തേർഡ് പാരാമീറ്റർ വിഡ്ത്ത് ടൈപ്പ് ചെയ്ത് വിഡ്ത്ത് ഈക്വൽ ടു ഞാനൊരു 500 കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് സേവ് ചെയ്യുക. ഇത്രയും ചെയ്താൽ നമുക്കൊരു ആപ്ലെറ്റിൻ്റെ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ സാധാരണ എല്ലാ ജാവ ഫയലും നമ്മൾ കമ്പൈൽ ചെയ്യണം ഫസ്റ്റ് തന്നെ. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ആദ്യം തന്നെ നമ്മൾ ആ ഒരു ജാവ ഫയൽ
കമ്പൈൽ ചെയ്യുക. അതിനായിട്ട് ജാവ-സി സ്പേസ് നമ്മളുടെ ആ ഒരു ജാവ ഫയലിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. ഇവിടെ മൈ ആപ്പ് എന്നാണ് എൻ്റെ ജാവ ഫയലിൻ്റെ പേര്. അതുകൊണ്ട് മൈ ആപ്പ് ഡോട്ട് ജാവ എന്നും പറഞ്ഞിട്ട് ഞാൻ എൻ്റർ ചെയ്തു. ഇപ്പോൾ കേഴ്സർ പുതിയ ലൈനിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മളുടെ ആ ഒരു പ്രോഗ്രാം കറക്റ്റായിട്ട് തന്നെ കമ്പൈലായി എന്നാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ജാവയുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ആപ്ലെറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ ജാവ ഫയൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് ജാവ സ്പേസ് ആ ഒരു ഫയലിൻ്റെ ക്ലാസ് നെയിം കൊടുത്താൽ ജാവ ഫയൽ എക്സിക്യൂട്ട് ആവും. പക്ഷെ ആപ്ലെറ്റ് എക്സിക്യൂട്ട് ആവണമെങ്കിൽ ആപ്ലെറ്റ് വ്യൂവർ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലെറ്റ് വ്യൂവർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ജാവ ഫയൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ആപ്ലെറ്റ് വ്യൂവർ സ്പേസ് മൈ ആപ്പ് ഡോട്ട് ജാവ എന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തു. എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യുക. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഈ ഒരു വിൻഡോയിൽ നമ്മളുടെ ആ ഒരു ഹലോ വേൾഡ് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ബേസിക് ആയിട്ട് ഒരു ആപ്ലെറ്റ് പ്രോഗ്രാം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് അധികം ഗ്രാഫിക്കൽ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രിങ് എങ്ങനെയാണ് ഒരു ആപ്ലെറ്റിൽ കാണിക്കണേ എന്നുള്ളത് മാത്രമേ ഞാൻ ഒരു എക്സാമ്പിൾ പോലെ കാണിച്ചിട്ടുള്ളൂ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് റെക്റ്റാങ്കിൾ അങ്ങനെ പല ഷേപ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെത്തേഡ് ഉണ്ട്. അത് ഓരോന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം.